ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് റൺ പേയ്മെൻറ്റ് ചെയ്യേണ്ട കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ RBI ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് റൺ പേയ്മെൻറ്റിനൊക്കെ എക്സ്ട്രാ ചാർജുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും ഡിഫറൻ്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡിഫറൻറ്റുകളാണ്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം, ഏതൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ എത്രയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിതിൽ ഫുള്ളായിട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് റൺ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കിടക്കാൻ വരുമ്പോൾ നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാത്തവരെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മൾ ആക്ച്വലി ഇതിൽ നമ്മുടെ ഈ റൺ പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രോസും കോൺസും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ചേർത്ത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അറിയാം മെയിനായിട്ട് ഞാൻ നോർമലി റെക്കമെൻഡ് ചെയ്യാനുള്ള റൺ പേയ്മെൻറ്റ് നമ്മൾ പേസ് ആപ്പും അതുപോലെ തന്നെ ക്രെഡും ആണ്. അപ്പോൾ ക്രെഡിറ്റിൽ ആക്ച്വലി ഡിസംബർ 2024 ഇപ്പോൾ കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് റൺ പേയ്മെൻറ്റിന്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അഷ്വർഡ് ക്യാഷ് ബാക്ക് അപ് ടു ₹1000, സിംപ്ലി പേ യുവർ റെന്റ് ഓൺ ക്രെഡിറ്റ് കാർഡ് UPI ക്രെഡ് UPI ആൻഡ് ക്ലെയിം ദ ജാക്ക് പോട്ട് ഫ്രം ദ റിവാർഡ് സെക്ഷൻ ഓഫ് ദ ആപ്പ്. ഓഫർ ഈസ് അപ്ലിക്കബിൾ വൺസ് പെർ യൂസർ ആണ്. പിന്നെ ഗെറ്റ് 50% ഓഫ് ഓൺ കൺവീനിയൻസ് ഫീ വൈൽ പേയിങ് എ മിനിമം റെന്റ് ഓഫ് 20,000 വിത്ത് HDFC ടാറ്റാന്യൂ ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഗെറ്റ് 15% ഡിസ്കൗണ്ട് ഓൺ റൺ പേയ്മെന്റ് വി HDFC ടാറ്റാന്യൂ. അപ്പോൾ ടാറ്റാന്യൂ കാർഡിന് അത്യാവശ്യം കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഓൺ ക്രെഡ്. ഇപ്പോൾ ക്രെഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, നിങ്ങൾ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കണ്ട. പിന്നെ 5% ഓഫ് ഓൺ സർവീസ് ചാർജസ് വൈൽ പേയിങ് റൺ ത്രൂ വിസ ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് ക്രെഡിൽ ഓഫർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോ ബ്രോക്കറാണ് പറഞ്ഞാൽ അടുത്തൊരു മെയിൻ സാധനം. നോ ബ്രോക്കർ ഗിഫ്റ്റ് വൗച്ചർ വർത്ത് ₹100 ഓൺ മേക്കിംഗ് എ മിനിമം റൺ പേയ്മെന്റ് ഓഫ് 25,000 വിയ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. ദിസ് ഓഫർ ഈസ് വാലിഡ് അൺടിൽ ഡിസംബർ 31 വരെയുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് റെഡ് ജിറാഫ് സൈറ്റാണ്, ഞാൻ പറയുന്നില്ല, എനിക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡ് ബ്രാൻഡുകളും ബാങ്കുകളും എല്ലാം അവർ എക്സ്ട്രാ സർവീസ് ചാർജുകളും അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഓൾറെഡി എക്സ്ട്രാ ചാർജ് എടുക്കാറുണ്ട്. അതും പോരാണ്ട് ഇപ്പോൾ ബാങ്കുകളും എക്സ്ട്രാ ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവാർഡ് റേറ്റും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് എത്രയൊക്കെ ചാർജുകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് ആക്സിസ് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1% ആണ് വരിക പ്ലസ് GST. HDFC 1% തന്നെ വരിക. SBI ബാങ്ക് 199 പ്ലസ് GST ആണ് വരിക. ICICI ബാങ്ക് 1% പ്ലസ് GST ആണ്. ബാങ്ക് ഓഫ് ബറോഡ 1% പ്ലസ് GST ആണ്. കോട്ടക് 1% ആണ് പ്ലസ് GST ആണ്. 2% നമ്മുടെ കോട്ടക് വൈറ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ. AU ബാങ്കിന് 1% പ്ലസ് GST ആണ്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനും 1 തന്നെയാണ്. HSBCക്കും 1% തന്നെയാണ്. RBLന് 1% തന്നെയാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിന് 1% ആണ്. IDFCക്ക് 1% പ്ലസ് GST അല്ലെങ്കിൽ മിനിമം ₹249. യെസ് ബാങ്കിന് 0.75% ആണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺസും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ആപ്പിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ housing.com അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീ ചാർജ്, noBroker.com. അപ്പോൾ ഇവർക്കും എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ വെബ്സൈറ്റിനും സെപ്പറേറ്റ് ഫീ വാങ്ങിക്കുന്നുണ്ട്. ക്രെഡ് ആണെങ്കിൽ 2.15% പ്രോസസ്സിംഗ് ഫീ. റെഡ് ജിറാഫ് ആണെങ്കിൽ 0.39% ആണ്. housing.com 1.5, noBroker 1%, ഫ്രീ ചാർജ് 1.1 കേട്ടോ. അപ്പോൾ പ്രോസ് പറയുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടും ഇത് യൂസ് ചെയ്യുമ്പോൾ. കൊറോണത്തിനൊക്കെ ഇപ്പോൾ അവർ എടുത്ത് കളഞ്ഞു, അതാണ് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞത്, കുറേ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ത്രൂ നമുക്ക് UPI നമുക്ക് റൺ പേയ്മെൻറ്റ് ചെയ്യാം. അതൊരു പ്രോ ആണ്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് സ്പെൻഡ് ബേസ് ആയിട്ടുള്ള ഇപ്പോൾ ഇത്രയും ആനുവലി ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ. റൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് മിനിമം ഒരു 10,000 ഉണ്ടാവുമല്ലോ. പിന്നെ കോൺസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിൽ എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പേയ്മെന്റ് മിസ്സായി കഴിഞ്ഞാൽ പണി കിട്ടും. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മിസ്സായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസും ഹൈ ആണ്. അതാണ് കോൺസും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓവറോൾ ആണ് സംഭവം. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന ക്രെഡ് മാത്രമേ തന്നെ ഞാൻ എന്തായാലും പറയാൻ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇഷ്ടമനുസരിച്ച് നോക്കി വെക്കാം. ഞാൻ ആക്ച്വലി പേസ് ആപ്പും ക്രെഡാണ് യൂസ് ചെയ്ത് ട്രൈ നോക്കിക്കുന്നത്, ബാക്കിയൊന്നും അങ്ങനെ നോക്കാറില്ല. പിന്നെ ക്രെഡും പേസ് ആപ്പ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് HDFC ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ സുഖമാണ്. അല്ലെങ്കിൽ പിന്നെ അത് ഫുൾ KYC ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ക്രെഡ് ആകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ പേസ് ആപ്പ് എന്ന് പറയുന്ന ഒരു വാലറ്റാണ്. അപ്പോൾ വാലറ്റിലേക്ക് എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അപ്പം തന്നെ ക്രെഡിറ്റ് ആവും. മറ്റേത് അങ്ങനെയല്ല, ചിലപ്പോൾ 5 ദിവസം വരെ നമുക്ക് ടൈം എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കാണാം. അടുത്ത കാണാം.